ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ചായക്കടയിൽ കിട്ടുന്ന പരിപ്പുവട ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് 2 സബോള, ഒരു 10 പച്ചമുളക്, കുറച്ച് മല്ലിയില, 2 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി നല്ല വേണം. ഇതാ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കണു. സബോള, പച്ചമുളക് ഒക്കെ ചെറുതായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് ഇതാ മല്ലിയിലയൊക്കെ ചെറിയ പീസായിട്ട് അരിയണം. അപ്പോഴാണത് കുഴയ്ക്കുമ്പോൾ നല്ല ഒരു അതിൽ ചേർന്ന് നിൽക്കുകയുള്ളൂ. നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ഇടിക്കല്ലിലിട്ട് ഇടിച്ചെടുക്കാം. ഇടിച്ചെടുത്തു. ഇതെല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കാണ് കേട്ടോ. പരിപ്പുവട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും, എങ്കിലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ഞാൻ പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. അത് അരയ്ക്കണത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അധികം നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല. അതിൻ്റെ മുകളിൽ കിടക്കുന്നത് അതെന്താണെന്നറിയോ, എന്താ പറയുക, ഉപ്പും പെരുംജീരകമാണ് ഇട്ടത്. അത് നിങ്ങൾക്ക് ഇടുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിലിപ്പോൾ പെരുംജീരകം ഉപ്പിട്ടതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത്. ബാക്കിയൊക്കെ അതാ നമ്മൾ അരിഞ്ഞ് വെച്ചത്. അതിൻ്റെ കൂട്ടുകളൊക്കെ സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി അടിപൊളിയായിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കും, സെറ്റാക്കി. കറിവേപ്പില അത് അരിയാൻ വിട്ടിരുന്നു, അത് കാരണമാണ് ലാസ്റ്റ് അരിഞ്ഞത്. ഇനി അത് സെറ്റായി. കൈ കൊണ്ട് കുഴച്ചത് നിങ്ങൾ കാണിച്ചില്ല. ഇതാ എണ്ണ ചൂടായിരിക്കുകയാണ്. ഇതാ നമ്മൾ പരിപ്പുവട പരുത്തി ഇട്ട് കഴിഞ്ഞു. ഇതാ ഈ ബോളാക്കണം, ഇത്ര പോകുന്ന ബോൾ വേണം, എന്നാണ് പരിപ്പുവടൻ്റെ ആ ഒരു വലിപ്പം വരുള്ളൂ കേട്ടോ. എണ്ണ നല്ല ചൂട് വേണം. നല്ല ചൂട് പറഞ്ഞാൽ നല്ല തീ ആളി കത്തരുത്, എന്നാലും ചൂട് വേണേനും. ചൂട് തീരെ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ എണ്ണ എന്താ വട ഇതിലിങ്ങനെ എണ്ണ നല്ല പിടിക്കും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു മീഡിയം ചൂട് എപ്പോഴും വേണം എണ്ണയ്ക്ക്. മീഡിയം പറഞ്ഞാൽ നല്ല ചൂടല്ല കേട്ടോ. നല്ല ചൂടുണ്ടെങ്കിൽ മുകളിലൊക്കെ കരിയും, അതിൻ്റെ ഉള്ളു വേവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.